ചിത്രരചനയിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് തൃശൂർ സ്വദേശി സന്തോഷ്. പരച്ചു കിട്ടുന്ന പണം നിരവധി കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കാണ് സന്തോഷ് ഉപയോഗിക്കുന്നത്. കലാവേദിയിൽ മത്സരാർത്ഥികൾക്കൊപ്പം കുറച്ച് കലാകാരന്മാർ കൂടിയുണ്ട്. അവിടെ വേദിയിൽ നോക്കുകയാണെങ്കിൽ മത്സരം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കലാകാരൻ ഇരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടന്റെ പേരെന്താ? സന്തോഷ്. എവിടെ നാട്? വലപ്പാട്. ഓക്കെ, കുറെ കാലമായോ ഇങ്ങനെ ഫീൽഡിലോട്ട് വന്നിട്ട്? കാർട്ടൂണിസ്റ്റ് ആണ് ബേസിക്കലി. കുറെ മാഗസിനിലും പത്രങ്ങളിലൊക്കെ വരയ്ക്കാറുണ്ട്. പിന്നെ സ്പോർട്ട് കാരിക്കച്ചറിഞ്ഞ് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തായിട്ട് ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കലോത്സവത്തിൽ വന്നിട്ട് ഇവിടെ നമ്മള് തൃശ്ശൂർക്ക് വരികയാണല്ലോ, തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു റെസ്പെക്ട് പോലെ കൊടുത്തിട്ടാണ് ഈ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തത്. അപ്പോൾ ഇതൊരു ചാരിറ്റി ആക്ടിവിറ്റി കൂടിയാണ്. നമ്മൾ കുറേ കുട്ടികൾക്ക് നോട്ട് ബുക്സ് വാങ്ങി കൊടുക്കാറുണ്ട് ഒരു ഇയർ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ചാർജ് ഇട്ടിട്ടാണ് പൈസ ഇത് കൊടുക്കുന്നത്. ചിത്രം വരച്ചിട്ട് അതിൽ നിന്ന് നല്ലൊരു കാര്യം കൂടി ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആള് വരച്ച ചിത്രമാണ് ഇത്. ഭയങ്കര രസമായിട്ട് കാർട്ടൂൺ പോലെയും കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. ചിത്രത്തിന് സുന്ദരണ്ടോ കുറെ നേരം ഭയങ്കര ക്ഷമ വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ വരയ്ക്കാറുണ്ട്. ഇങ്ങനെ പുസ്തകങ്ങൾ മാസികൾ അല്ല മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട് സ്കൂൾ കോളേജിലൊക്കെ വെച്ചിട്ട്. പിന്നെ വരച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാഗസിനുകളൊക്കെ പ്രൂഫ് റീഡറാണ് പുസ്തകങ്ങളുടെ. അങ്ങനെ ഒരുപാടധികം ചിത്രങ്ങളൊക്കെ വരച്ചോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. ഇനി ഒരു കുട്ടിയും കൂടി ഇവിടെ വരയ്ക്കണം. പിന്നെ ഉണ്ണീനെ വരയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയും കൂടി വരയ്ക്കും നമ്മൾ, എന്നിട്ട് കൊടുക്കുക. അതൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് അവന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണാനായിട്ടായിരുന്നു. അവനെ ചിത്രം ഇങ്ങനെയാണ് കേട്ടോ. ഇഷ്ടായി നിനക്ക്? ഇഷ്ടായി. എങ്ങനെയുണ്ട്? സൂപ്പർ. അവന്റെ അമ്മയും അച്ഛനും ആണോ? ഓക്കെ, ഫോട്ടോ ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇവിടെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ്. കേരള തൃശ്ശൂർ.